ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ് അൺനോൺ. സോ എല്ലാവരെയും ഞാൻ ഡേ 11 വെൽക്കം ചെയ്യുവാണ്. സോ നമ്മളിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ട്രക്കിങ്ങിനെ വന്നിരിക്കുന്നതല്ല. നിങ്ങൾക്ക് കാണുന്ന സമയത്ത്, ഈ ഒരു വ്യൂ കാണുന്ന സമയത്ത് ട്രക്കിങ്ങിനെ വന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മളിന്ന് പോകാൻ പോകുന്നത് നോർത്ത് വാൻകൂവറിലോട്ടാണ്. സോ നോർത്ത് വാൻകൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മൊത്തം ഒരു കാട് പിടിച്ചൊരു ഏരിയ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. സോ ഓക്കെ, പോവാം. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ 100 ഡേ ചാലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിന്ന് നോർത്ത് വാൻകൂവറിലോട്ടാണ് പോകുന്നത്. നോർത്ത് വാൻകൂവറിലോട്ട് പോകുന്നുള്ള വഴികളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 90% നമ്മൾ പോയതും ഇതേപോലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയായിരുന്നു. നമുക്ക് പിന്നെ നമ്മുടെ വണ്ടി ഉള്ളതുകൊണ്ട് അതിൻ്റെ കാര്യമൊന്നും പേടിക്കാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനായിരിക്കും നമ്മൾ നോർത്ത് വാൻകൂവർ പോകുന്നതെന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ചൂടാണിപ്പോൾ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് സെക്കൻഡ് ഹാൻഡായിട്ടൊരു ഫാൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാനായിട്ട് ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര പോകുന്ന വഴിയിലുള്ള ഈ കാഴ്ചകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ കാണുമ്പോൾ നമുക്ക് അത്രയും ഫീൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് നോർത്ത് വാൻകൂവർ എന്ന് പറയുന്നത്. കാരണം ഏകദേശം പറഞ്ഞ പോലെ ഒരുപാട് കാടിൻ്റെ ഉള്ളിൽ കൂടി, പിന്നെ നമ്മൾ വരുന്നപ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയൊരു വ്യൂ എന്ന് പറയുന്നത് പിന്നെ ഇതാണ്. നമ്മൾ കറക്റ്റ് ഒരു ബ്രിഡ്ജാണ്. ഇത്രയും നല്ലൊരു ഇത് കടൽ തന്നെയാണ്. പക്ഷേ ഇത് കടലിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന ആ ഒരു വ്യൂ ഒക്കെയാണ് ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര തണുപ്പും ഉണ്ടായിരുന്നു ഇന്ന്, മഴയൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ കൊണ്ട് നമ്മളങ്ങനെ നോർത്ത് വാൻകൂവർ പോയി. അപ്പോൾ നമ്മൾ നോർത്ത് വാൻകൂവറിൽ എത്തി. ഞാൻ ഈ ഇത്രയും നേരം കാണിച്ചു തന്ന പോലെ പറഞ്ഞ പോലെ നോർത്ത് വാൻകൂവർ എന്ന് പറഞ്ഞാൽ തന്നെ 4 സൈഡും കാടാണ്. ഭയങ്കര ഭംഗിയാട്ടോ. ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ചിട്ട്, അതായത് ഇപ്പോൾ വന്നിട്ടൊരു 8-9 മാസമായി, ഒരുപാട് സ്ഥലമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം നോർത്ത് വാൻകൂവർ തന്നെയാണ് കേട്ടോ. കാരണം അത്രയും ഭംഗിയാണ് ശരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ ഫോറിൻ കൺട്രീസൊക്കെ കാണത്തില്ലേ വീഡിയോയിലോ, അല്ലെങ്കിൽ ഈവൺ ഇപ്പം ഞാനൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫാരിയിലോ അങ്ങനത്തെ ചാനലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് കാണുമ്പോൾ എന്ത് ഭംഗിയാന്ന് തോന്നുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നേരിട്ട് കാണുന്നൊരു അനുഭവമാണ്, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നൊരു സുഖമാണ് എനിക്ക് ഈ നോർത്ത് വാൻകൂവർ വരുമ്പോൾ കിട്ടുന്നത്. ഇതിലും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ട് BCയിൽ. ഇൻഷാല്ലാ ലൈക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഇൻട്രോ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴായിരിക്കും ഒക്കെ എൻ്റെ കുട്ടി വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു കാറിലൊക്കെ ഇരുന്നൊരു ഇൻട്രോ ഒക്കെ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം നടക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കാനഡയിൽ വന്നതിന് ശേഷം. എന്തായാലും ഇവിടെ എല്ലാവരും വരുന്നത് രക്ഷപ്പെടണമെന്ന് ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്, സ്ട്രഗിൾസ് ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലും അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്നതാണ് കാണുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഫുൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നാട്, വീട്, അച്ഛൻ, അമ്മ, ലൈക്ക് ബ്രദർ, സിസ്റ്റർ, അവരെയൊക്കെ മിസ് ചെയ്തിട്ട്, ഫ്രണ്ട്സിനെ, നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാവരെയും മിസ് ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഡൗണായി പോകാറുണ്ട്. പക്ഷെ നമുക്ക് വന്നതിനൊരു ലക്ഷ്യമുണ്ടല്ലോ, നമ്മൾ വന്നതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ പിന്നെയും ഗീവ് അപ്പ് ചെയ്യരുത് എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഗീവ് അപ്പ് ചെയ്യാതെ നമുക്ക് പുതിയ പുതിയ വഴികൾ കിട്ടും. ദേ നമ്മുടെ ഫാന് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ നേരം എൻ്റെ കത്തി കേൾക്കേണ്ടി വന്നില്ല, നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നോർത്ത് വാൻകൂവറും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് മാർക്കറ്റിലുള്ളൊരു പർച്ചേസും കൂടാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും ഫേസ്ബുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ ഭയങ്കര പ്രൈസ് കുറവായിരിക്കും കേട്ടോ. സോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര ഇതേ നമ്മൾ ബ്ലൂബെറിയും കൂടെ കാണിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. റോഡിൻ്റെ സൈഡിൽ കണ്ടപ്പോൾ ഞാൻ നിർത്തി കാണിച്ചതാണ് കേട്ടോ. അത് ഡയറക്റ്റ് NHൻ്റെ അരികത്ത് തന്നെയുള്ളതാണ്. ഇതോടെ ഒരുപാട് ഇങ്ങനെ റോഡിൻ്റെ സൈഡിലുണ്ടാവും കേട്ടോ. സോ ഗായ്സ്, നമുക്ക് നമ്മുടെ അടുത്ത